ക്രിക്കറ്റിലൂടെയാണ് ഞാൻ ആദ്യം വരുന്നത്. എനിക്ക് ഒരു പ്ലെയറിനെ റീഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഗെയിം റീഡ് ചെയ്യാൻ കൂടെ നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വലുത്. എത്രയോ മെൻ റെഫറീസിന്റെ കൂടെ ആകെ ഒരാളാണ് ഞാനുള്ളത്. ബെൻല ഡിക്കോത്ത് എന്ന് പറഞ്ഞ പേര് ഒരു ആൺകുട്ടിയാണെന്ന് വിചാരിച്ചു. അവര് എനിക്ക് എൻട്രി തന്നത് തന്നെ. നാഷണൽ റെഫറി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്റർനാഷണൽ പ്ലെയർ കളിക്കാൻ പാടില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയ ആ ടോപ്പ് വരെ എത്താനുള്ള ഒരു പാത്വേ നമുക്കില്ല. ലൈഫ് സെക്യൂർ അല്ല, അവർക്ക് ഒരു സേഫ്റ്റിന്റെ അകത്ത് വരുന്നില്ല. ക്രിക്കറ്റ് എടുക്കണമെങ്കിൽ അവർക്ക് ഒരു പാത്വേ ഉണ്ട്. ഡിക്കോത്ത് ബെൻല ഇന്ത്യ എന്ന് പറഞ്ഞാൽ വി ആർ ഹാപ്പി. ഒരു നല്ല റെഫറി എന്ന് പറഞ്ഞ ഒരു മാച്ചിൽ സൈലന്റ് ആയിരിക്കും. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Hello, Beyond Borders with Meera Shankar. Welcome to another episode of BB with Meera Shankar. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ ചരിത്രം കുറിച്ച ഒരു വ്യക്തിത്വമാണ് ബെൻല ഡിക്കോത്ത. ഫുട്ബോൾ താരം എന്ന നിലയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും പിന്നീട് ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ഫുട്ബോൾ റഫറിയായി മാറി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബെൻല. എറണാകുളത്ത് നിന്ന് തുടങ്ങി ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFC എലൈറ്റ് റഫറി കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുൻ ഫിഫ റഫറി കൂടിയാണ് അവർ. വെല്ലുവിളികൾ നിറഞ്ഞ മൈതാനങ്ങളിൽ നിന്ന് ലോകോത്തര കായിക വേദികളിലേക്ക് വളർന്ന ആ പോരാട്ടത്തിന്റെ കഥ നമുക്ക് ബെൻലയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. സ്വാഗതം ബെൻല. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഫുട്ബോളിനെ കുറിച്ചും ഫുട്ബോൾ ജീവിതത്തെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ളതാണ്, ഈ നമ്മുടെ നാട്ടിൽ എല്ലാവരും ക്രിക്കറ്റിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് താങ്കൾ എങ്ങനെയാണ് ഈ ഫുട്ബോളിന്റെ ഈ വേഗതയെ പ്രണയിച്ചു തുടങ്ങിയത്? ഇതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എല്ലാവർക്കും ഉള്ളൊരു സംശയം അതാണ്. ഞാൻ 1986 സ്പോർട്സിലേക്ക് വരുന്നത്. അന്ന് ക്രിക്കറ്റും അല്ലെങ്കിൽ ഫുട്ബോളും അത്ര പോപ്പുലർ അല്ല എന്റെ നാട്ടില്. ഞാനൊരു മുളവുകാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാ. അത് ഒരു ഐലൻഡ് ആയിരുന്നു. അത് നമ്മുടെ എറണാകുളം ജില്ലയില് സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമം. പക്ഷെ അസൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഗ്രാമം. അപ്പൊ 1986 ഞാൻ വരുന്നത് ക്രിക്കറ്റിലൂടെയാണ് ഞാൻ ആദ്യം വരുന്നത്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ +2 അന്ന് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ടീമാ, പെൺകുട്ടികളുടെ. ആ ക്രിക്കറ്റ് ടീമിലൂടെയാണ് ഞാൻ വരുന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ ഒരു താല്പര്യം. അതായത് ഡാഡി ഫുട്ബോൾ കളിക്കുമായിരുന്നു, ബ്രദർ വാട്സൺ എന്ന് പറഞ്ഞ ബ്രദർ മരിച്ചുപോയി, അദ്ദേഹം ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എങ്ങനെയോ ഉള്ളിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് എനിക്ക് ഇപ്പോ ഒരേ സമയം എനിക്ക് ക്രിക്കറ്റില് സ്റ്റേറ്റിന് കേരള ടീം റെപ്രസെന്റ് ചെയ്യാൻ ഫുട്ബോളും ക്രിക്കറ്റും വന്നപ്പോൾ ഞാൻ ഫുട്ബോളാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ അത് ഈ ഒരു ഉള്ളിൽ ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടമാണ് അത്. അപ്പം ക്രിക്കറ്റിൽ നിന്ന് ഫുട്ബോളിലേക്ക് വന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ക്രിക്കറ്റില് അതിനുശേഷം സ്റ്റേറ്റിന്റെ സെലക്ടറായിട്ടും കേരള ടീമിന്റെ സെലക്ടറായിട്ടും കോച്ചുമായിട്ട്, കേരള ടീമിന്റെ അല്ല എറണാകുളം ജില്ലയുടെ കോച്ചുമായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ക്രിക്കറ്റിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും സന്തോഷം, അത് പങ്കുവച്ചതിന് സന്തോഷം. ഇതൊരു വളരെ രസകരമായ ഒരു ചോദ്യമാണ്. എന്തായാലും ഈ മൈതാനത്ത് ആദ്യമായി വിസിൽ മുഴക്കിയ ആ നിമിഷം ഇപ്പോഴും ഓർമ്മയുണ്ടോ ഒരു റെഫറി ആയിട്ട്? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അതായത് നമ്മൾക്ക് പ്രോപ്പർ, അതായത് എങ്ങനെ ഒഫീഷ്യേറ്റ്, എങ്ങനെ വിസിൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല. അതായത് ഞാൻ പറയാം, അതൊരു ഡീവിയേഷൻ ആയിരുന്നു. ഞാൻ കേരള ടീമിൽ ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ഡിസ്പ്യൂട്ട് വന്നായിരുന്നു. അതായത് ഓഫ് സൈഡിന്റെ ഞങ്ങള് ബംഗാളുമായിട്ട് സെമി ഫൈനൽ കളിക്കുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നു. അപ്പോ ഞങ്ങൾ കളിക്കാതെ നിന്നു, ബോയ്ക്കോട്ട് ചെയ്യുന്നൊക്കെ ആയി. പിന്നീട് പക്ഷെ കളിച്ചു. പക്ഷെ ആ ഒരു നിയമത്തിന്റെ എന്തുകൊണ്ടാണ് അത് ഓഫ് സൈഡ് അല്ലാന്ന് അവർ പറഞ്ഞതെന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലോസ് ഓഫ് ദ ഗെയിം പഠിക്കാൻ തിരിച്ചു വരുമ്പോൾ അതിന്റെ ഒരു ക്ലാസ് നടക്കുന്നു എറണാകുളത്ത്.
അങ്ങനെ ഞാൻ ഒരു ലേറ്റ് കമറായിട്ട് എന്നെ എൻ്റെ അത് ജോയിൻ ചെയ്തത്. ഓൾറെഡി 2 ദിവസം കഴിഞ്ഞായിരുന്നു ആ കോഴ്സ്. പക്ഷെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കോച്ചായിരുന്ന പ്രൊഫസർ പീറ്റർ സോമൻ സാറായിരുന്നു ക്ലാസ് എടുക്കുന്നത്. സാർ അപ്പോൾ എന്നെ അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ അതൊരു ഞാൻ നിയമം പഠിക്കാൻ മാത്രം വന്നതാ. പക്ഷെ അവിടെ എൻ്റെ ഫിറ്റ്നസ്സും അതായത് ഞാൻ ആ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് വന്നു തിയറിയിൽ. അങ്ങനെ എന്നെ റെഫറിയിലേക്ക് അവർ വഴി തിരിച്ചു വിട്ടതാ. പക്ഷെ എനിക്ക് റെഫറി ആകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി വലുതാ അതില്. നമുക്ക് മിസ്റ്റേക്കുകൾ ചെയ്താൽ തന്നെ അത് ടീമിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകരുത്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകരുത്. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി വലുതാ. അപ്പൊ അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ വിസിലെടുത്തപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. ഒരു റെഫറിയുടെ തെറ്റുണ്ട്, ടീം സഫർ ചെയ്യാൻ പാടില്ല, ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആണല്ലേ. ഈ മൈതാനത്തിന് പുറത്ത് അല്ലെങ്കിൽ ജീവിതത്തിലോ ഈ എപ്പോഴെങ്കിലും ഈ റെഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ പറഞ്ഞില്ലേ, ഈ നമ്മുടെ റെഫറിയുടെ ഒരു മിസ്റ്റേക്ക്, ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടുള്ള തെറ്റായ തീരുമാനം കൊണ്ട് ഒരു ടീമിന് അതൊരു എന്താ പറയാ വിഷമം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഈ റെഡ് കാർഡ് നൽകാൻ അങ്ങനെ ഒരു അവസരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വളരെ ചുരുക്കം റെഡ് കാർഡേ കാണിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മള് നമുക്ക് ഒരു ഇൻസ്റ്റിക്ട് ഉണ്ട് ഉള്ളില്, അല്ലെങ്കിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും. അപ്പോ നമ്മൾ പ്രൊവാക്റ്റീവ് ആയിരിക്കും. ആ കാർഡിന്റെ സിറ്റുവേഷൻ നമ്മൾ ആസ് എ റെഫറി നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരാം. പക്ഷെ നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ട് ഒരു റെഡ് കാർഡിന്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഞാൻ 2 റെഡ് കാർഡേ കാണിച്ചിട്ടുള്ളൂ. അതായത് ഒന്ന് ഇവിടെ നമ്മളുടെ ലീഗുകൾ നടക്കും എറണാകുളത്ത്, പിന്നെ ഒന്ന് ഏഷ്യൻ ഗെയിംസില്. അപ്പൊ ആ 2 റെഡ് കാർഡ് അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഇപ്പം ഏഷ്യൻ ഗെയിംസിലെ റെഡ് കാർഡിന്റെ കൊണ്ട് മാത്രമാണ് ഞാൻ വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്തത്. അതായത് സെമി ഫൈനൽ മാച്ച് ചൈനയും കൊറിയ DPR കൊറിയ, അപ്പൊ അവരും തമ്മിലുള്ള ഒരു മത്സരത്തിൽ അതൊരു 120 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റെഡ് കാർഡ്, ആ റെഡ് കാർഡ് എന്റെ ഫ്യൂച്ചർ തന്നെ മാറ്റി. അപ്പോ ആ കാർഡെല്ലാം പറയുന്നത് അത്രയും ചിന്തിച്ചിട്ടാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിലും അത്രയും ചിന്തിച്ചിട്ടാ. അപ്പൊ എന്റെ ഓർമ്മയിൽ 2 റെഡ് കാർഡേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ യെല്ലോ കാർഡും വളരെ ചുരുക്കം. എന്നുവെച്ചാൽ എനിക്ക് എന്റെ ആ ഒരു നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പോയി അതിനുള്ളിലേ ഞാൻ കട്ട് ചെയ്യും. അത് എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ആ ഫൗൾ അല്ലാതാക്കാം. ചിലപ്പോ എന്റെ പൊസിഷൻ കൊണ്ടായിരിക്കാം, അല്ലെ എന്റെ ഒരു അപ്രോച്ച് കൊണ്ടായിരിക്കാം, അല്ലെ എന്റെ അപ്പിയറൻസ് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു റെഫറി ആയിരുന്നു ഞാൻ എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് അപ്പൊ റെഫറിമാര് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെഫറിമാർ ഓടി ഇടയ്ക്കായിട്ട്. അങ്ങനെയില്ല, എല്ലാത്തിനും ഒരു കൺസിഡറേഷൻ ഉണ്ട്. യെല്ലോ കാർഡ് കൊടുക്കുന്നതിനുണ്ട്, റെഡ് കാർഡ്. പക്ഷേ എനിക്ക് ഒരു പ്ലെയറിനെ റീഡ് ചെയ്യാൻ പറ്റും, എനിക്ക് ഗെയിം റീഡ് ചെയ്യാൻ പറ്റും. ആ ഗെയിം ഇങ്ങനെ പോയ ഏതാണ് അതിന്റെ അകത്ത് കീ പ്ലെയർ, ഏതാണ് അതിന്റെ അകത്ത് ഏറ്റവും ഡിസ്റ്റർബിംഗ് പ്ലെയർ, ആ പ്ലെയറിനെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് നമ്മൾക്ക് ആ പ്ലെയർ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഇപ്പോ ഉദാഹരണത്തിന് മാഡം ഇപ്പോ ഒരു വളരെ ഡിസ്റ്റർബിംഗ് പ്ലെയർ ആണ്. പക്ഷെ ഞാൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ മാഡം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ച് ചെയ്യും. അടുത്ത ആളുണ്ട്, റെഫറി ഉണ്ട്, ഒരു ചെറിയൊരു ഇത് കൊടുക്കും, ഇത് ചെയ്താൽ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാഡം അത് ചെയ്യാതിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു ഫസ്റ്റ് തന്നെ ഗെയിം റീഡ് ചെയ്യണം, പ്ലേയേഴ്സിനെ റീഡ് ചെയ്യാം. വിതിൻ മിനിറ്റ്സ് വി ഹാവ് ടു സീ എങ്ങനെയാണ് ആ ടീം പെർഫോം ചെയ്യണത്, ഏതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാൽക്കുലേഷൻസ്, കുറെ സ്റ്റഡീസ് നമുക്ക് പ്രത്യേകിച്ച് റീഡ് ദ ഗെയിം, അതാണ് റീഡ് ദ പ്ലേയേഴ്സ്. ഈ പുരുഷന്മാരുടെ ഒരു ആധിപത്യം കൂടുതലുള്ള ഒരു കായിക വിനോദമാണ് ഈ റെഫറി എന്നുള്ളത്. ഈ വനിതകളുടെ ഫുട്ബോളിലും പുരുഷന്മാരാണോ റെഫറി ആയിട്ട് നിൽക്കുന്നത്, അത് വനിതകളാണോ റെഫറിമാരാകുന്നത്? ഇല്ല, എന്റെ ആ ഒരു പീരീഡില് ഞാനായിരുന്നല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ഞാനായിരുന്നു. പിന്നെ അപ്പോ അതിനുശേഷം ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും അതായത് റെഫറിങ് ഞാനും ആസ് എ പ്ലെയർ എനിക്കും റെഫറി ആയിട്ട് വരുന്ന ഇഷ്ടമില്ലായിരുന്നു. അതായത്
എപ്പോഴും ഒരു കൺഫ്ലിക്റ്റ് റെഫറിയും കോച്ചസും പ്ലേയേഴ്സും തമ്മിലുണ്ടാവും ഡിസിഷൻ മേക്കിങ്ങിൽ. അപ്പോൾ ആസ് എ റെഫറി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ പ്ലേയേഴ്സ്, ഒഫീഷ്യൽസ്, സ്പെക്ടറ്റേഴ്സ്, നമ്മളുടെ ഫെഡറേഷൻ അല്ല അസോസിയേഷൻ, ഇവർക്കെല്ലാം എന്താ സാറ്റിസ്ഫൈഡ് ആണ്, അതല്ലെങ്കിൽ അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഡിസിഷൻ വിതിൻ ദ ലോയിൽ നിന്നിട്ട് നമ്മൾ എടുക്കണം. അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും ആസ് എ നമ്മൾ നല്ല റെഫറിയാണെന്ന്. അതായത് ഫൗളായിട്ടും അതല്ലെങ്കിൽ ചില സമയത്ത് അഡ്വാൻറ്റേജ് കൊടുക്കേണ്ട സമയത്ത് ഫൗളായിരിക്കും, അഡ്വാൻറ്റേജ് കൊടുക്കേണ്ട സമയത്ത് അത് അഡ്വാൻറ്റേജ് കൊടുത്ത മെറ്റീരിയലൈസ് ചെയ്തില്ലെങ്കിൽ അത് റീകോൾ ചെയ്യാനും, അങ്ങനെ നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഡിസിഷൻ മേക്കിങ്ങും അവർ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ എവിടെയും അക്സെപ്റ്റബിൾ ആണ്. അത് തന്നെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഡിസിഷൻ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു മെൻ ആൻഡ് വിമന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇത് വരുന്നത് ഫിറ്റ്നസ് ആണ്. ഇപ്പൊ മെന്നിന്റെ കളികൾ, ഞാനിപ്പോ ഇവിടെ ഞാൻ ചെയ്യുമ്പോ അധികം ഗേൾസിന്റെ കളികളില്ല. ഏതാണ്ട് 99% ഞാൻ മെന്നിന്റെ കളികളാണ് ചെയ്തേക്കുന്നത്. വേണ്ടത് ലോ ഉണ്ടെങ്കിലും ഫിറ്റ്നസ് എനിക്ക് വേണം, അവരെ കൂടെ ഓടി നിൽക്കാൻ എനിക്ക്. അപ്പൊ ആ ഫിറ്റ്നസ്സിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഫിറ്റ്നസ് ഓൾ ഇന്ത്യയുടെ ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ ഞാൻ മെന്നിന്റെ കൂടെ തന്നെ, വേറെ ഗേൾസ് അവിടെ ഓടാനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ അർജുൻ പറയണെങ്കിൽ അർജുനും ഞങ്ങള് ഹസ്ബൻഡ് ഞങ്ങളെല്ലാം ആ ടൈമിൽ ഒരുമിച്ചാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ഫിറ്റ്നസ് എന്ന് പറയണ എനിക്കായിട്ട് അവർ വെച്ചിട്ടില്ല. അപ്പൊ ഇതിൽ വരുന്നത് മെന്നിന്റെ കളി ചെയ്യുമ്പോ മെന്നിന്റെ കൂടെ നിൽക്കാൻ അവരെ ഫിറ്റ്നസ് വേറെ ആണ്, ഗേൾസിന്റെ ഫിറ്റ്നസ് വേറാണ്. അത് ആ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ നമ്മള് ലോ എല്ലാവർക്കും ഒന്നാണ്. എല്ലാ ലോസ് ഓഫ് ദി ഗെയിം ഒന്ന് തന്നെയാണ്. നമുക്ക് അവിടെ വ്യത്യാസമുള്ളത്. ഇപ്പൊ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഇപ്പൊ പിന്നെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ റെഫറി എന്നുള്ള പദവിയിൽ എത്തുമ്പോഴത്തേനും എന്തെങ്കിലും ഈ സൊസൈറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ, എന്തൊക്കെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ചാലഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് എന്തെങ്കിലും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, നമ്മൾക്ക് സൊസൈറ്റിയിൽ നിന്ന് എന്തായിക്കോട്ടെ നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ അസൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു 10 മണി കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. 6 മണി കഴിയാതെ, അതായത് രാവിലെ 5:20 തൊട്ട് 10 വരെ നമ്മളുടെ എക്സസ് സമയം സിറ്റിയിലേക്ക്. അതിനുള്ളിൽ നിന്നിട്ട് എന്നെ ആ ഒരു പീരീഡ് 1986 എന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടി ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര. അപ്പൊ എന്റെ ഡാഡി, മമ്മി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അപ്പൊ ഞങ്ങള് 7 പേരാ. അപ്പൊ അവര് എല്ലാവരുടെ സപ്പോർട്ട് ഇപ്പോഴും തരുന്ന സപ്പോർട്ട് അത് വളരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ പീരീഡിൽ എന്നെ സ്പോർട്സിലേക്ക് വിടുക. അപ്പൊ മറ്റുള്ള മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ സ്പോർട്സിലേക്ക് വിടുമ്പോ അതൊരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അവര് തന്നൊരു സപ്പോർട്ട് മാത്രമാണ്. മറ്റുള്ള ചാലഞ്ചസ് ഒന്നും എനിക്കൊരു ചാലഞ്ചസ് അല്ല. എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ചലഞ്ച് വന്നിരുന്നാൽ അതൊരു പ്രശ്നമാകും. ചാലഞ്ചസ് എന്ന് പറയാനായിട്ട് പുറത്തുള്ള ഒരു ചാലഞ്ചസ് ഞാനൊരു ചാലഞ്ചസ് ആയിട്ട് കണക്കാക്കില്ല. എനിക്കൊരു പോസിറ്റീവ് എനർജി തന്നിട്ടുള്ള ഏത് ചാലഞ്ചസും ഞാൻ ഓവർകം ചെയ്യും. അത് എത്ര വന്നാലും ഞാൻ എന്നെ തടയിടാൻ നോക്കി എന്റെ ഒരു എയിം എന്താന്ന് വെച്ചാൽ അതിലേക്ക് ഞാൻ പോകും. ആരെന്ത് ചലഞ്ചസ് വന്നാലും വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കാറുള്ളൂ. അത് എന്നെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് തരുന്നത്. പക്ഷെ എന്റെ ഫാമിലി സപ്പോർട്ട് എനിക്ക് എന്നുണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പൊ അതാണ് ശരിക്കും ഇത് നമുക്ക് നമ്മുടെ എല്ലാ കുടുംബത്തിലും കൊടുക്കാനുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അല്ലെ. നമ്മുടെ സമൂഹത്തില് എത്ര തന്നെ വെല്ലുവിളികൾ ഉണ്ടായാലും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ് അല്ലെ. അത് ഇപ്പൊ ബെൻലെ അത് ഉറപ്പിട്ട് പറയാണ്. കാരണം ഈ 1980കളുടെ കാലഘട്ടങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ഈ ഒരു എന്താ പറയുക ഇത്രയും ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടെ കൊണ്ട് മാത്രമെന്നുള്ളത് ഉറപ്പിച്ച് പറയുമ്പോഴത്തേനും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ താരം എന്നുള്ള നിലയിൽ നിന്ന് വിസിൽ മുഴക്കുന്ന റെഫറി എന്നുള്ള നിലയിലേക്കുള്ള ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു അതിനെ അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും
ഏഷ്യ കപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ക്യാമ്പ്, ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് സാർ പറയുന്നത് നാഷണൽ റെഫറി ടെസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ ഞാൻ കൽക്കട്ടക്ക് പോകുന്നു, ഓൺ ദ വേ ചെന്നൈയിൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുത്തിട്ട് പോകണം. അതാണ് സാർ എന്നോട് പറഞ്ഞത്, എന്റെ കോച്ച് മൈക്കിൾ ആൻഡ്രൂസ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പ്ലെയർ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ടീം ഇവന്റും ഇതൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസുമാണ്. അത് രണ്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, എത്രയോ മെൻ റെഫറീസിന്റെ കൂടെ ആകെ ഒരാളാണ് ഞാനുള്ളത്. അപ്പൊ അവരും ഞെട്ടി, ഞാനും ഞെട്ടി. എന്നുവെച്ചാല് ആദ്യം പറഞ്ഞു, യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് ഫിറ്റ്നസ് ടെസ്റ്റ്. എന്താ വെച്ചാൽ മെന്നിനെ മാത്രം ഞങ്ങൾ വിളിച്ചേക്കണം. അപ്പൊ അവരാകെ തെറ്റിദ്ധരിച്ചത് ബെൻഡ്ല ഡിക്കോത്ത് എന്ന് പറഞ്ഞ പേര് ഒരു ആൺകുട്ടിയാണ് വിചാരിച്ചു. അവര് എനിക്ക് എൻട്രി തന്നത് തന്നെ. അത് എവിടെ ഫീമെയിൽ FM മാറിപ്പോയതായിരിക്കണം. എന്താണ് അതൊരു ഭാഗ്യമായിട്ട് കരുതാം എന്തായാലും. അപ്പോ പിന്നെ അവിടെ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അസോസിയേഷൻ ഫെഡറേഷന്റെ ആളുകൾ പറഞ്ഞു, ഏതായാലും ആ കുട്ടി വന്നതല്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ, ഫിറ്റ്നസ് ചെയ്തോട്ടെ. അപ്പൊ ഏതായാലും മെന്നിന്റെ കൂടെ ഓടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ഞാൻ ഓടിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി. അപ്പൊ ഏതായാലും മെന്നിന്റെ ഒപ്പം തന്നെ ഞാൻ നിന്നു. അപ്പൊ പിന്നെ ഞാൻ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞു, തിയറി ടെസ്റ്റ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ഇന്ത്യൻ ക്യാമ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നാഷണൽ റെഫറി ആയി. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത്, നാഷണൽ റെഫറി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്റർനാഷണൽ പ്ലെയർ കളിക്കാൻ പാടില്ല, പ്ലെയർ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യണം. അപ്പൊ സാറ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇതൊരു പ്രൊഫഷനാണ്, ഫുട്ബോൾ പ്ലെയർ എന്നുള്ളത് വിട്ടിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ റെഫറിയാണ് തിരഞ്ഞെടുക്കാൻ. ഒരു സങ്കടത്തോടെയാണ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, വിഷമം ഉണ്ടായോ എന്ന്. സങ്കടത്തോടെ, അതായത് കളിച്ച് കൊതി തീർന്നില്ലായിരുന്നു. ഞാൻ ലേറ്റ് കമറാണ്, ഫുട്ബോളിന് ലേറ്റ് കമറ. 86 എന്ന് പറയുമ്പോൾ ഞാൻ 18 ഇയർ ഓൾഡ് ആണ്. അപ്പൊ ആ ഇതിന്ന് വളരെ ചുരുക്കം ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുള്ളൂ. കുറച്ച് ഒരു 5 പ്രാവശ്യം ഇന്ത്യ കളിച്ചു. ആ സമയത്ത് മൊത്തം 7 പ്രാവശ്യം. അപ്പം 2 ഇന്റർനാഷണൽ ടൂർണമെന്റ് ആയിരുന്നു. അപ്പം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസും ഒക്കെ ആയിട്ട് ആകെ ഞാൻ 5 പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. അപ്പൊ ആ കളിച്ചിട്ടുള്ള കൊതി തീർന്നിട്ടില്ലായിരുന്നു. റെഫറി ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു. പിന്നെ നാഷണൽ കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ ഫിഫയും കിട്ടി. പിന്നെ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു, ഇങ്ങനെ ഓട്ടമായിരുന്നു. അപ്പൊ ഈ ഫിഫയും AFC തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലൊക്കെ മത്സരങ്ങളിൽ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടായ ഈ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു നിമിഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാനുണ്ടാവുക? ആദ്യ തുടക്കം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ 4 നേഷൻസ് കപ്പ് എന്നാണ്. അതായത് ഏഷ്യയിലെ 4 ബെസ്റ്റ് ടീം കളിക്കണം, ചൈന, ജപ്പാൻ, കൊറിയ, അങ്ങനെ 4 ടീം, DPR കൊറിയ. ഈ 4 ടീം, അതായത് ടോപ്പ് ടീംസ് ആണ് ഏഷ്യയില. ആ ടീംസിന്റെ കളിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോ ആദ്യമായിട്ട് കിട്ടുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഇന്റർനാഷണൽ മാച്ച്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ കളി ഞാൻ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ വാച്ചിൽ 0-0-0 കുറെ നേരം കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മൊത്തത്തില് ഇരുട്ടായി. എന്നുവെച്ചാൽ ഒരു റെഫറി ടൈം സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്ക് വേണേ എന്റെ ഫോർത്ത് ഒഫീഷ്യലിനോട് ചോദിക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ക്ലോക്ക് ഉണ്ട് സ്റ്റേഡിയത്തില, അതില് 15 മിനിറ്റ്സ് കാണിക്കുന്നു. അപ്പൊ തന്നെ എന്റെ വാച്ച് സെറ്റ് ചെയ്തു, 15 മിനിറ്റ്സ് എനിക്ക് കളിച്ചാൽ മതി. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, അതെന്ന് പറഞ്ഞാൽ, അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു. അപ്പൊ ഞാൻ അപ്പോഴേ എനിക്ക് തോന്നി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇനിയും. അപ്പൊ അതൊരു ആദ്യത്തെ തീരുമാനം. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി അന്ന്. പക്ഷെ കളി കഴിഞ്ഞപ്പോൾ ഞാൻ AFCയുടെ ഒരു ഒഫീഷ്യലിനോട് ചെന്നിട്ട് പറഞ്ഞു, മാം എന്നെ തിരിച്ചു വിടൂ, എനിക്ക് ഈ സ്ട്രെസ് എടുക്കാൻ പറ്റില്ല, എനിക്ക് അത്ര പ്രഷറാണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ നിർത്തി റെഫറി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നോ, ഞങ്ങൾക്ക് നല്ല ഹോപ്പ് ഉണ്ട് നിന്റെ അടുത്ത്, നിങ്ങളുടെ സർവീസ് നന്നായിട്ട് ചെയ്യും ഇനി, അതായത് AFCക്ക് നിന്റെ സർവീസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒരു ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും 20 days വരും. നമുക്ക് ഇങ്ങനെ ആ പ്രഷർ എടുക്കാൻ പറ്റില്ല, ആരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഫെസിലിറ്റീസ് നമുക്ക് ഇല്ലല്ലോ, ആരോടെങ്കിലും ഒന്ന് ഷെയർ. പക്ഷെ അവിടുത്തെ തന്നെ ഇപ്പം
ലീഡാന്ന് പറയും, അത് എന്നെ സപ്പോർട്ട് ചെയ്തു. AFC ഒരു സ്റ്റാഫായിരുന്നു, ഒഫീഷ്യലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സീനിയർ റെഫറീസ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതാണ് ഫസ്റ്റ് ഇത്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് AFC ഒളിമ്പിക്സ് ക്വാളിഫയിങ് റൗണ്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് ജപ്പാനിലാണ് കളി നടക്കുന്നത്. അപ്പൊ അന്ന് ഏറ്റവും നന്നായിട്ട് ഇന്ന് എന്റെ ലൈഫിൽ, റെഫറിങ് ലൈഫിൽ ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യുന്നത് ഏത് ഡിസിഷൻ എടുത്താലും കറക്റ്റ് ആയിരുന്നു. ഏത് ഡിസിഷനും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്. പാക്ഡ് സ്റ്റേഡിയം, ഒരു ക്വാളിഫയിങ് റൗണ്ട്, AFC ഒളിമ്പിക്സ് ക്വാളിഫയിങ് റൗണ്ട്. അപ്പോൾ അന്ന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു മത്സരം ഞാൻ ചെയ്തത്. അപ്പം എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്ത് എനിക്ക് സെൽഫ് ഇതുണ്ടായിരുന്നു, ഒരു എന്താ പറയാ, ഒരു സന്തോഷം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. ഞാൻ ചെയ്തല്ല ശരിയായില്ല അന്ന്. അത് കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തുമ്പോ എനിക്ക് കോൾ വന്ന് എന്നെ ഒളിമ്പിക്സിലേക്ക് സെലക്ട് ചെയ്യുമ്പോ. അപ്പൊ അങ്ങനെ രണ്ട് എക്സ്ട്രീമാണ്. ചില സമയത്ത് നമുക്ക് എന്നും ശരിയായെന്ന് വരില്ല മാച്ചസ് നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഫുട്ബോൾ കളിക്കാനും പോയിട്ടുണ്ട്, റെഫറി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഫുട്ബോളിനും റെഫറി ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുമുണ്ട്. അപ്പം എനിക്ക് അറിയാനുള്ളത്, വിദേശ രാജ്യങ്ങളിലുള്ള ഫുട്ബോൾ സംസ്കാരവും ആ ഒരു കൾച്ചറും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സാഹചര്യവും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും, ഒരു വ്യത്യാസം എന്തൊക്കെയായിരിക്കും കാണുന്നത്? നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളുടെ കൾച്ചർ, ഫുട്ബോൾ കൾച്ചർ ഇല്ല നമുക്ക്. നമ്മളിപ്പോ ആ സമയത്ത് നമ്മൾ കളിക്കുന്ന സമയത്ത് തീരെയില്ല ഫുട്ബോള്. പെൺകുട്ടികൾ കളിക്കാറില്ല, ബോയ്സ് കളിക്കാറുണ്ട്, പക്ഷെ ആ കൾച്ചർ നമുക്കില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുന്ന, അതിനൊരു പാത്വേ ഇല്ല. ഒരു ആ പ്രോഗ്രസ് എങ്ങനെ ഇത് പാത്വേ ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയ ആ ടോപ്പ് വരെ എത്താനുള്ള ഒരു പാത്വേ നമുക്കില്ല. അതിന്റെ ഇഷ്യൂസ് ഉണ്ട് നമുക്ക്. പിന്നെ സെക്യൂർ അല്ല ഓരോ പ്ലെയറിന്റെയും ഇത് ലൈഫ് സെക്യൂർ അല്ല. അവർക്ക് ഒരു സേഫ്റ്റിന്റെ അകത്ത് വരുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ജപ്പാനില് ഒരു മാച്ചിന് പോകുമ്പോൾ അവിടെ കണ്ടത് ഒരു 10 years അവര് പ്ലേയേഴ്സിനെ വെച്ചിരിക്കുന്ന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾക്ക്, ഞാനൊരു കുറ്റപ്പെടുത്തലല്ല, നമ്മളുടെ കൾച്ചർ അതായതുകൊണ്ടാണ്. ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ മാക്സിമം ഒരു 3 months അല്ലെങ്കിൽ 5-6 months അങ്ങനെയൊക്കെ ഇരിക്കണം. അങ്ങനെയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ വിമൻസ് ഫുട്ബോള് AFC ഫൈനൽ റൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് ഒരു വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ 3 months അവര് ഇവിടെ ഓസ്ട്രേലിയയില് അല്ല സ്പെയിനിലൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഒരൊറ്റ ഇതുള്ളൂ, നമുക്ക് റിസൾട്ട് വരുമ്പോ നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം. അതല്ലാതെ നമുക്ക് ഈ ഒരു പീരീഡിൽ നമുക്ക് റിസൾട്ട് വേണം എന്ന് വെച്ചിട്ട് നമ്മളൊരു പാത്വേ ഉണ്ടാക്കുന്നില്ല. അവർ AFCയിലേക്ക് ക്വാളിഫൈ ചെയ്തു, ഇനി അടുത്തയിലേക്ക് അങ്ങനെയല്ല, നമുക്കൊരു പാത്വേ ഉണ്ടാക്കി കൊണ്ടുവരണം. ആ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ ഇല്ല. അതിന് ഒരുപാട് ഇപ്പം ഫിനാൻഷ്യൽ പ്രോഗ്രാം ഉണ്ടാകാം, ഒഫീഷ്യലി ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു പാത്വേയോ അങ്ങനെയൊന്നും ഇല്ലാതെ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇത് ഇപ്പൊ ക്രിക്കറ്റ് എടുക്കണമെങ്കിൽ അവർക്ക് ഒരു പാത്വേ ഉണ്ട്. ഇപ്പൊ ഞാനതാ പറഞ്ഞത്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്ട്രോങ് ആണ്, അവരുടെ ഫിനാൻസ് സ്ട്രോങ് ആണ്, അതവർ ഫണ്ട് സ്ട്രോങ് ആണ്. അതുപോലെ ഫുട്ബോളിനില്ല, അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷെ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ കുട്ടികൾ എല്ലാവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരും ഫുട്ബോൾ കളിക്കുന്നവരാണ്. അത് ജനറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തട്ടി കളിക്കണമെന്ന് ആഗ്രഹമുള്ളവരും കളിക്കണം. അത് എനിക്ക് തോന്നുന്നു അവരുടെ ജീനിൽ തന്നെ ഉള്ള പോലെയാണ്. എല്ലാവർക്കും തന്നെ ആഗ്രഹമുള്ളവരുമാണ്. നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു 10 വർഷത്തേക്കോ ഒരു 20 വർഷത്തേക്കോ ഒരു പിന്നെ എന്താ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനോ ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമായിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു ഇതായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾക്ക് സജഷൻസ് കൊടുക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യേണ്ടവരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. എന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാം, എന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എന്റെ സർവീസ് കൊടുക്കാം. പക്ഷെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറായില്ല, എന്റെ സർവീസ് എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ളവരെ അവരെടുക്കണം.
അതിലേക്ക് എന്താണ്. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു നിലയില് ഒരു സ്ട്രക്ചർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അത് മനസ്സിലായി. അതായത് കഴിവുള്ള ആൾക്കാരെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നിയമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാതലായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കഴിവുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക, ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ നിയമിക്കുക. നമുക്ക് തീർച്ചയായും ഉഗ്രനായിട്ടുള്ള ടീമുകളെയും ആൾക്കാരെയും എല്ലാം നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. റഫറി എന്ന നിലയിലുള്ള ഒരു കൃത്യനിഷ്ഠയും അച്ചടക്കവും താങ്കളുടെ വ്യക്തി ജീവിതത്തെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ്, ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ്? റഫറി ആയിരുന്നപ്പോഴും ഇപ്പോഴും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്തും അതെങ്ങനെയാണ്? ആ ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? അതിപ്പോഴും അങ്ങനെ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്? ഞാനിപ്പം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു പ്ലെയർ ആയിരുന്നു, ഒരു റെഫറി ആയിരുന്നു, റെഫറി എഡ്യൂക്കേറ്റർ, ഇപ്പൊ കോച്ചും കൂടിയാണ് ഞാൻ. നാഷണൽ ടീമിന്റെ, ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ഇപ്പോ എ ലൈസൻസ് എടുത്തു. അപ്പം ഓരോ റോളിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പ്ലെയർ ആയിരിക്കുമ്പോൾ വേറെയാണ്, കോച്ചായിരിക്കുമ്പോൾ വേറെയാണ്. അപ്പൊ അതെല്ലാം എത്രയധികം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാമോ അത് കൊടുത്തുണ്ട്. അതുപോലെ തന്നെ പോകുന്നത്. എപ്പോഴും നമ്മൾ വേണ്ടത് അതിന്റെ ഒരു ഡെഡിക്കേഷൻ ആണല്ലോ. ഏത് വർക്ക് ചെയ്യും അത് ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും. ഈ എറണാകുളത്ത് ഇപ്പൊ കുറച്ചു നേരത്തെ ബെൻല പറഞ്ഞായിരുന്നു, സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, മുളവുകാട് എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എറണാകുളത്തുള്ള മുളവുകാടിലുള്ള ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് ഫിഫയുടെ വേദിയിലെത്തിയ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ബെൻലയ്ക്ക്? എനിക്ക് വേറെ ഒന്നുമില്ല. എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്, അത് ഞാൻ ചെയ്തു എന്നല്ലോ. അത് എവിടെയാണെങ്കിലും ഇപ്പോ അവര് പറഞ്ഞതാണ്. എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, CC ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ഇവിടുത്തെ ഒരു പ്രമുഖനായ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. അദ്ദേഹം എന്നെ സ്പോൺസർ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മോളെ നീ എവിടെ പോയാലും തിരിച്ചു വരുമ്പോ ബെൻഡിലടിക്കോ തെറ്റായിട്ട് വരണം. അതായത് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ കേരളം, നമ്മുടെ കൊച്ചി അതുപോലെ തന്നെ ഞാൻ അങ്ങനെ തന്നെ പോയിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പൊ എവിടെയാണെങ്കിലും ഞാൻ ഇന്ത്യ അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇന്ത്യക്കാരത്തിയാവും. ഇന്ത്യ എന്ന് അപ്പൊ എന്നോട് കോച്ച് പറഞ്ഞ താൻ ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാ അതെന്റെ അമ്മയാണ്. ഞാൻ എവിടെ ചെന്നാലും അമ്മനെങ്ങനെ മറക്കുന്നത് പറ്റില്ല. അപ്പൊ എന്റേതായ കൾച്ചർ, ഇപ്പൊ ഞങ്ങൾക്കറിയാം, മാഡത്തിന് അറിയാൻ പറ്റും, ഫിഫ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ഏരിയ. അവിടെ പോകുമ്പോഴും ഞാൻ ഒരു കൊച്ചിക്കാരത്തിയായിട്ടും ഇന്ത്യക്കാരത്തിയായിട്ടും അപ്പൊ അവര് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് ഞാൻ അങ്ങോട്ട് മാറില്ല എന്നർത്ഥം. ഒരു കൾച്ചറിലേക്ക് എനിക്ക് മാറാൻ പറ്റില്ല. അപ്പൊ എന്നെ എന്താ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എന്നെ അഡ്വൈസ് ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ഉൾക്കൊണ്ടിട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ അവർക്ക് ഒരിക്കലും ഒരു മോശമായ ഒരു പേരെന്നെ കുറിച്ച് കേൾക്കരുത്. എപ്പോഴും അവരെ ബഹുമാനിക്കുന്ന രീതിയിലായിരിക്കണം എൻ്റെ പ്രവർത്തനം. അതൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇപ്പോ എന്റെ സിസ്റ്റർ ഒരാള് സിംഗറായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് ടെൽമ ഡിക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫുട്ബോളിലേക്ക് വന്നത്. അതായത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റേറ്റ് ടീമിന്റെ സീനിയർ ടീമിലേക്ക് ഞാൻ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സിസ്റ്റർ അന്ന് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജ് പഠിക്കുന്ന സമയത്ത് കോച്ച്, അവിടുത്തെ സ്പോർട്സ് കൗൺസിൽ കോച്ചുമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ സിസ്റ്റർ ഒരാൾക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് പറഞ്ഞു. എന്നെ നേരെ ക്യാമ്പിലേക്ക്, സ്റ്റേറ്റ് ടീമിന്റെ ക്യാമ്പിലേക്ക് വിളിച്ചു. അപ്പം അവിടെ ഞാൻ പെർഫോം ചെയ്തു. എന്നുവെച്ചാൽ എന്റെ സിസ്റ്ററിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അതൊരിക്കലും അവനൊരു വില കൊടുക്കണം, ഞാൻ അതിന് വില കൊടുത്തേ വെക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ സാറ് ഒരു 1.5 മണിക്കൂർ ഒരു ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് ചെയ്യാൻ ചെയ്യിപ്പിച്ച് അത് പെർഫെക്ഷൻ ആക്കാൻ ഞാൻ അവസാനം തലയിറങ്ങി വീണു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, എന്നെ ഈ ഒരു പ്ലെയർ ആക്കാനോ റെഫറി ആക്കാനോ ആരൊക്കെ എന്തൊക്കെ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. ഷീസ് ഡിസർവിങ് ഫോർ ദിസ് എന്ന് അവർക്ക് അല്ലേ പറയാം. നിങ്ങൾ ഏതൊരു കാൻഡിഡേറ്റിനെ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിക്കാൻ വരരുത്. നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഒരു പ്ലെയർ അല്ലേ, ഒരു റെഫറി,
ഷീസ് ഡിസേർവിങ് എന്ന് പറയണം, അത്രമാത്രം. അത് എല്ലാവരും ആരെന്നാല് എൻ്റെ അടുത്തൊരു വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും ഞാൻ തള്ളിക്കളയില്ല. അത് മാക്സിമം എന്റെ എഫേർട്ട് ഇടും ഞാൻ. അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ബെൻഡ്ല ഡിക്കോത്ത എന്ന് പറയുന്നത്. കാരണം ഫുട്ബോൾ കളിച്ചു, ക്രിക്കറ്റ് കളിച്ചു, റഫറി ആയി, ഫിഫ വരെ എത്തി, പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു, ഒത്തിരി അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടു. പക്ഷെ ബെൻഡ്ലയുടെ ജീവിതത്തിൽ ഒരു ഹീറോ ഉണ്ടാവുമല്ലോ, ആ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? ഫാമിലി എന്ന് പറഞ്ഞു, എന്നാലും ഒരു ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? എന്റെ കോച്ച്, അതായത് ഫുട്ബോളിലെ കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന കോച്ച് ഉണ്ടല്ല, അൽഫോൻസോ ജോസി എന്ന് പറഞ്ഞത്, അദ്ദേഹം വൈപ്പിൻകാരനാണ്. അദ്ദേഹം എനിക്ക് കളിക്കുമ്പോഴുള്ള എല്ലാ സപ്പോർട്ടും തന്നത്. പിന്നെ ഒരു ചാക്കോ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാക്കോ ഗൾഫ് റിട്ടേൺ ആണ്. പുള്ളി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളി അവിടെ നിന്ന് വന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഈവനിങ് എന്റെ കോളേജിൽ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ എറണാകുളം മഹാരാജ് ഗ്രൗണ്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സാർ എന്നെ ട്രെയിൻ സാറിന്റെ ബോയ്സിന്റെ ടീമുണ്ട്, അതിന്റെ കൂടിയിട്ട് ട്രെയിൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഇപ്പൊ പറയണെങ്കിൽ ഹാഫ് വോളി, ഫുൾ വോളി, ഷൂട്ടിങ്, ലോ ഡ്രൈവ്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക. സാറിന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, സാർ ഇപ്പൊ മരിച്ചുപോയി. പക്ഷെ ഞാൻ പറയണ ചില ആളുകളുണ്ട്, അത് കോച്ചിങ്ങില്. പിന്നെ റെഫറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാല് മൈക്കിൾ ആൻഡ്രൂ സാർ തന്നെയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ എന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ പുള്ളി. അദ്ദേഹം അന്ന് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഞങ്ങള് ഡിസ്കസ് ചെയ്യുമായിരുന്നു റെഫറിങ് മാറ്റേഴ്സ് എല്ലാം, അർജുനൻ. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് കോച്ച്, ഇപ്പൊ ഞാനിപ്പോ ലൈസൻസ് കോച്ചിങ്ങില് അതിലിപ്പോ വിവേക് നകുൽ സാർ ഉണ്ട്, ശക്തി ചൗഹാൻ ഉണ്ട്. അവരെല്ലാം ഒരുപാട് എനിക്ക് ഇൻസ്പിറേഷൻ തരുന്നവരാണ്, ആൾക്കാരാണ്. ഇപ്പൊ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഒരുപാട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ അർജുൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രണ്ട് ഇൻസ്പയർ ചെയ്ത് ജീവിതത്തിലും ഇപ്പോഴും കണ്ടിന്യൂസ് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്തായാലും അർജുൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണർക്ക് ഞങ്ങളുടെ വകയും ഒരു നന്ദി ഇപ്പൊ ഇവിടെ ഞങ്ങള് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അത് സന്തോഷമായിട്ട് അങ്ങനെ തന്നെ പോകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഓഫ് ഫീൽഡിനെ കുറിച്ചുള്ള കാര്യമാണ്, അതായത് ഫുട്ബോൾ അല്ലാതെ ബെൻഡ്ലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് യാത്രയാണോ സംഗീതമാണോ ഏറ്റവും ഇഷ്ടം? എനിക്കറിയാം ചെൽമ ഡിക്കോത്ത അല്ലെ, സിസ്റ്റർ, അത് കലാഭവൻ കലാഭവനിലല്ലേ പണ്ട്? അതെ. അപ്പൊ കലാഭവനിലുണ്ടായിരുന്ന ചെൽമ പാട്ടുകാരിയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പാട്ടിന്റെ ആ സംഗീതം ബെൻഡ്ലയ്ക്കും വന്നിട്ടുണ്ടോ എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി എല്ലാരും കൂടെ ചേർന്നുകൊണ്ട് സംഗീതവും എന്താ പറയുക, സംവിധാനം, സംഗീതം, കഥ, എഴുത്ത് എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പാട്ട്, എല്ലാരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡിക്കോത്ത ഫാമിലിയുടെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുള്ളൊരു പാട്ടായിരുന്നു, നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ ഈ ഫുട്ബോൾ അല്ലാതെ ബെൻഡ്ലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? യാത്രയാണോ അതോ ഈ ഇവര് ടെൽമയൊക്കെ പോലെ തന്നെ സംഗീതമാണോ? ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറയാം. അത് എന്റെ മമ്മിയുടെയും ഡാഡിന്റെയും 14th ഡെത്ത് ആനിവേഴ്സറിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ഒരു ട്രിബ്യൂട്ട് കൊടുത്തതാണ്. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. അപ്പോ അതെല്ലാവരും കൂടി എല്ലാവരും തന്നെ പാടും, പക്ഷെ ഞാൻ പാടില്ല. എനിക്ക് സംഗീതമാണ് ഇഷ്ടം. യാത്ര എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. യാത്ര ഞാൻ ഇത്ര യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല യാത്ര. അതായത് എനിക്ക് പോകുന്ന എന്താണ് എന്റെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി ചെയ്തു വരിക എന്നല്ല. ഒരിക്കലും ഇപ്പൊ ഞാൻ എവിടെ പോയാലും അവിടെ എന്താ ഡ്യൂട്ടി അത് ചെയ്യുക, വരിക. ഒരിക്കലും ഞാൻ പുറത്തു പോലും പോവാറില്ല. ഇപ്പൊ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോയാൽ തന്നെ ഞാൻ പറയും അത് ഞാൻ വരില്ല. എന്റെ ഡ്യൂട്ടി വേറെ, എന്റെ റെസ്പോൺസിബിലിറ്റി വേറെ. യാത്ര ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ്. ഫാമിലിയില് ഈ ചെൽമ അല്ലാതെ ബാക്കി എല്ലാരും പാടുമെന്ന് എനിക്കറിയാം. അച്ഛൻ, ഡാഡിയുടെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഈ മ്യൂസിക് സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ? ഈ ഡാഡി ഈ ചവിട്ടുനാടകം എന്ന് പറയും. അത് തന്നെ, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം ഞാൻ ഡാഡിയുടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കണ്ടായിരുന്നു. ചവിട്ടുനാടകത്തില് ഡാഡി അതിലെ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡാഡി ആയിരുന്നു രാജാവ് ചവിട്ടുനാടകത്തില്. ഡാഡിക്ക് ഒരു ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോ
ഡാഡി തന്നെയാണ് എല്ലാം അതിന്റെ സംവിധാനവും എല്ലാം. അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അല്ലേ? ഡാഡിക്ക് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഓ, ഡാഡി ഫുട്ബോളും കളിക്കുമായിരുന്നു, അതേപോലെ തന്നെ ചവിട്ട് നാടകത്തിന്റെ ഒരു ഒരു ട്രൂപ്പ് ഒരു ഉണ്ടായിരുന്നു, ആക്ടറും കൂടെ പിന്നെ ആയിരുന്നു. ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് മമ്മി പാടുമായിരുന്നു. മമ്മി ജെറി അമൽദേവ് ആ ബാച്ചിൽ അവര് കൊയറിലെല്ലാം അവിടെ പാടി ഉണ്ടായിരുന്നു. എന്നാണ് എന്റെ അറിവ്. മമ്മി പാടും, മമ്മി നന്നായിട്ട് പാടും, മൂത്ത ബ്രദർ പാടും, അങ്ങനെ എല്ലാവരും തന്നെ പാടും, അത്യാവശ്യം പാടും. ബ്രദർ ഗിറ്റാറെല്ലാം വായിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ആ പ്രൊഫഷനിലേക്ക് ആരും പ്രൊഫഷനായിട്ട് എടുത്തില്ല ആരും. പിന്നെ ഇത് പറഞ്ഞ പോലെ അവര് നമ്മൾക്ക് ഇപ്പൊ ആ ഒരു ആർട്സിന്റെ മേഖലയിലല്ലേ ഇതില് ഒത്തിരി കൂടി സപ്പോർട്ട് ആവശ്യമുണ്ട്. സ്പോർട്സ് ആ ഒരു ഇതിലേക്ക് ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ളത് വരാനായിട്ടും ആ ഒരു സപ്പോർട്ട് ഫാമിലിയിലല്ലാതെ തന്നെ നമുക്ക് സപ്പോർട്ട് വേണം. അത് കിട്ടിയില്ല. പിന്നെ ടെൽമ ഇവിടുന്ന് ബൈറിലേക്ക് പോയി മ്യൂസിക് ടീച്ചറായിട്ട്. അപ്പൊ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ഞങ്ങളുടെ എന്റർടൈൻമെന്റും ഞങ്ങളുടെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട്. പക്ഷെ നല്ലതായിരുന്നു, അത് നല്ല പാട്ടായിരുന്നു. എന്തായാലും എല്ലാവരും പാടുന്നത് കേട്ടപ്പോ അത് ഭയങ്കര ഒരു പുതുമയുള്ളതായിട്ട് തോന്നി. എന്തായാലും അടിപൊളി, നല്ലതായിരുന്നു. പാടാനറിയാത്തോണ്ട് അവരെ അല്ലാതെ സപ്പോർട്ട് ചെയ്യാനേ പറ്റും, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ. എന്തായാലും കൊള്ളാം, അത് കൊള്ളാം. ഈ കായിക രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട്, പ്രത്യേകിച്ചും ഈ ഓഫ് ബീറ്റ് കരിയറുകൾ, അതായത് ഇതുപോലെയുള്ള ഈ റഫറി ആയിട്ട് കോച്ചായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഇനി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താ, അതിന് ആ ഒരു പാത്ത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ ചെറുതായിട്ട് അറിയാം, പക്ഷെ ഇതൊരു പ്രൊഫഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പാത്ത് എങ്ങനെയാണ്? അവരോട് എന്താണ് ബെന്നിലേക്ക് പറയാനുള്ളത്? അല്ല, ഏത് പ്രൊഫഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്മളെ ഫുൾ ഡെഡിക്കേഷൻ. വേറെ ഞാൻ പറഞ്ഞില്ലേ, ചാലഞ്ചസ് ഒന്നും നോക്കരുത്. നമ്മളുടെ പ്രൊഫഷൻ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാൻ പോകുക. അതിനുള്ള ഇപ്പം എല്ലാ അസോസിയേഷനിലും, ജില്ലാ തലത്തിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും എല്ലാം അതിന് അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി. അവിടെ ഇപ്പൊ ഫുട്ബോൾ കളിക്കാനാണെങ്കിലും ഒത്തിരി ക്ലബുകളുണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. അതുവഴി അവർക്ക് പാത്വേ കിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അസോസിയേഷനിലേക്ക്. എല്ലാവരും ക്ലബ്ബ് രജിസ്റ്റേർഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒറ്റ ഇതുള്ളൂ, നമ്മള് വൈഡ് ഓപ്പൺ. ഇത് ഏത് പ്രൊഫഷൻ ആയാലും ഫുട്ബോളിൽ ഒത്തിരി, ഇപ്പൊ ഫുട്ബോള് പ്ലെയർ, റെഫറി അല്ലെങ്കിൽ കോച്ച് എന്ന് മാത്രമല്ല, അത് കൂടാതെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പല റോൾസ് ഉണ്ട്. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യണം, അതില് നിങ്ങളുടെ ഡെഡിക്കേഷൻ ആ ഒരു ഇത് കൊടുക്കുക എന്നുള്ള, ഫോക്കസ് ചെയ്യുക. എപ്പോഴും ഒത്തിരി ചാൻസസ് ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് എക്സാമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇത് ഇങ്ങനെ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ റെഫറീസിനുണ്ട്, പ്ലേയേഴ്സിന് പ്ലേയേഴ്സ് അല്ല ഞാൻ പറഞ്ഞത്, ഈ ഓഫ് ബീറ്റ് കരിയറുകൾ, ഇങ്ങനെ റെഫറി ആയിട്ടോ കോച്ചായിട്ടോ അല്ലാതെ മറ്റേതെങ്കിലും കരിയർ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക എക്സാമോ അങ്ങനെ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? റെഫറീസിന് കോഴ്സുകളുണ്ട്. അതിപ്പം നിങ്ങൾ അർജുനാണ് ഇപ്പോ, ഞാനിപ്പോ ഒരു കോച്ചിന്റെ പോസ്റ്റിലേക്ക് വന്നേക്കണേന്ന്. അപ്പൊ കൂടുതൽ റെഫറിങ് ഇൻസ്ട്രക്ടർക്കാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് ഞാൻ അർജുനുമായിട്ടുള്ള ഇന്റർവ്യൂല് ഞാൻ അർജുനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്റെ ഇത് ഇപ്പോ ഞാൻ കോച്ചാണ്. അപ്പൊ കോച്ചിങ്ങിന് ഇപ്പോ ലൈസൻസ് ഉണ്ട്. പിന്നെ എ ടോപ്പ്, ബി, സി, ഡി. അപ്പൊ ഡി എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കോഴ്സസ് ഉണ്ട്. അപ്പൊ ആ കോഴ്സ്, പിന്നെ അത് കൂടാതെ നമുക്ക് NIS എല്ലാം ചെയ്യാം. പക്ഷെ എപ്പോഴും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അപ്രൂവ് ചെയ്തേക്കുന്നത് അവരുടെ ലൈസൻസ് ആണ്. അപ്പൊ അവർക്ക് ഇപ്പൊ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ലൈസൻസുകളൊക്കെ ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ വരുമ്പോ പ്രോ ലൈസൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കഴിയുമ്പോ ഇനി വേണേ എനിക്ക് പ്രോ ലൈസൻസ് പോയാൽ ഇന്റർനാഷണൽ കോച്ചാകാം. ഫിഫ ഇതിലേക്ക് എഡ്യൂക്കേറ്റഡ് കോഴ്സിലേക്ക്. ഇതിന് പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ട്? ഇപ്പൊ ഇത്ര +2 കഴിയണം, ഡിഗ്രി കഴിയണം, അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അങ്ങനെയുണ്ടോ? 18 ഇയേഴ്സ് കഴിഞ്ഞിരിക്കണം, 10th പാസ്സാണ്. ഓക്കെ. ബെൻലയുടെ കയ്യിൽ ഒരു വിസിലും തന്നിട്ട് ഞാനൊരു പാട്ടും തന്നിട്ട് പറയാണ്, ബെൻലയ്ക്ക് പാട്ട് പാടണോ വിസിൽ ഊതണോ എന്ന് പറഞ്ഞ ബെൻല എന്ത് ചെയ്യും? എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് കിട്ടിയത് കൊറിയയിലുള്ള 2 പ്ലേയേഴ്സ് അവര് റെഫറി ആയിട്ട് വന്നു. അവര് റിട്ടയർ ചെയ്തിട്ട് റെഫറി ആയിട്ട് വന്നപ്പോ അവര് തന്ന എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് കിട്ടിയ ഒരു സമ്മാനാണത്.
മാം അത് ബ്രോക്കൺ ഇംഗ്ലീഷാണ് അവര് കൊറിയക്കാരാ. അവര് പറഞ്ഞു ഞങ്ങള് ഈ സ്റ്റാർട്ട് ലിസ്റ്റ് ഇങ്ങനെ നോക്കും. സ്റ്റാർട്ട് ലിസ്റ്റ് നോക്കുമ്പോ റെഫറി ഡിക്കോ ബെൻഡ്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ വി ആർ ഹാപ്പി. ഞങ്ങൾക്ക് ഫെയർ ഡിസിഷൻസ് കിട്ടുള്ളൂ. എനിക്ക് എന്താ വേണ്ടത്? അത്രേ ഉള്ളൂ. ഒരു റെഫറി എന്നുള്ള ഞാൻ വിസിലുമായിട്ട് കംഫർട്ടബിൾ. ഈ ഒരാള് വന്നു കഴിഞ്ഞാല് ഞങ്ങൾ കംഫർട്ടബിൾ ആണ്, ഞങ്ങൾ അപ്രോച്ചബിൾ ആണെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എനിക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ഇത്രയും ഉള്ള വർഷത്തെ കരിയറിനിടയിൽ ആകപ്പാടെ ഒരു 2 പ്രാവശ്യമേ റെഡ് കാർഡ് കൊടുത്തുള്ളൂ. വളരെ ചുരുക്കം മാത്രമേ പിന്നെ എന്താ പറയാ യെല്ലോ കാർഡ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ. അത്രയും നല്ല റെഫറിങ് ആയിരുന്നു എന്നുള്ളതിന്. അതാ ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ റെഫറി വന്നാൽ നമ്മളെ അപ്പിയറൻസ്, ഒരു റെഫറി വരുമ്പോ ഞാൻ ഒരു 5.3 ആണ് എന്റെ ഹൈറ്റ്. അത്ര ഹൈറ്റുള്ള ഒരാളാ ഞാൻ ഒളിമ്പിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ഞാനും എന്റെ എന്താ അസിസ്റ്റന്റ് റെഫറീസ് ഫോർത്ത് ഒഫീഷ്യൽ ഇങ്ങനെ മുട്ടിങ്ങനെ വിറച്ചിട്ട് നിങ്ങൾ നിൽക്കാണ്. എന്നുവെച്ചാല് ഇവര് നമ്മളുടെ ബ്രസീല് നൈജീരിയൊക്കെ കളിക്കുന്നത് അവരുടെ ഹൈറ്റ് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഒരു കാർഡ് കൊടുക്കുന്ന മേലേക്ക് നോക്കണം. അപ്പൊ ദൂരം നിന്ന് കൊടുക്കുള്ളൂ വെച്ചാൽ അത്ര ദൂരം ഞങ്ങൾ ഇങ്ങനെ മുട്ട് പറക്കണ വെച്ച് എങ്ങനെ ഇത് കളി ചെയ്യും എന്നുള്ള. പക്ഷെ AFC എന്നുള്ള റെഫറീസ് ആണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറയും വി ആർ സ്ട്രോങ്. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡിസിഷന്, ഒരിക്കലും നമ്മളുടെ ഒരു ഫിഗറാ അല്ലെങ്കിൽ അതാണ് എപ്പോഴും ഒരു റെഫറിക്ക് ഏറ്റവും വേണ്ടത് അയാളുടെ ഒരു അപ്പിയറൻസ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ ഫസ്റ്റ് ഡിസിഷൻ കറക്റ്റ് ആണ് അല്ലെ, ഫസ്റ്റ് ഡിസിഷനിൽ നമ്മൾ എങ്ങനെ പോകുന്നു അത് തന്നെ ഫോളോ ചെയ്യും. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയൊരു അപ്രിസിയേഷൻ ആയിരുന്നു അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. എന്റെ പേര് ആ സ്റ്റാർട്ട് ലിസ്റ്റിൽ കണ്ടാല് 2 ടീംസും ഫാൻസും അല്ലെ സ്പെക്ടേറ്റേഴ്സും കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ എന്നെ വിശ്വസിക്കണം. പിന്നെ എനിക്ക് ഒരു പ്രശ്നവും എന്റെ പാക്ഡ് സ്റ്റേഡിയമാണ്. ഇപ്പൊ എവിടെ ചെന്നാലും, ഇപ്പൊ കൊറിയ ചെന്ന് കഴിഞ്ഞാൽ പാക്ഡ് സ്റ്റേഡിയമാണ്, ഓസ്ട്രേലിയ ചെന്ന പാക്ഡ് സ്റ്റേഡിയമാണ്. അവിടെ റെഫറി എന്നുള്ളൊരു വിളി പുറത്തുനിന്ന് വരണ്ട. അത് റെഫറി സൈലന്റ് ആയിരിക്കും. ഒരു നല്ല റെഫറി എന്ന് പറഞ്ഞ ഒരു മാച്ചിൽ സൈലന്റ് ആയിരിക്കും. അവിടെ ഒന്നുമില്ല, കളി കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. സ്പോർട്സ് കോട്ടയിലാണ് ജോലി ചെയ്തത്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഓരോ ഓഫീസേഴ്സും ഒരു ക്ലർക്കായിട്ട് ഞാൻ കയറിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ വരുന്നുള്ള ഒരു പീരീഡിൽ 30 വർഷത്തെ ഗവൺമെന്റ് സർവീസ്, ആ സർവീസിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് തന്ന അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫിനും ഞാൻ അതിന്റെ നന്ദി ഇതിലൂടെ അറിയിക്കുന്നു. Oh, thank you so much. Thank you for your time. And വിസിലാണോ സംഗീതമാണോ എന്ന് ചോദിച്ചാൽ ബെൻല എപ്പോഴും പറയും വിസിലാണെന്ന്. എന്തായാലും നമുക്ക് ഒരു ബെൻലയുടെ വിസിലോട് കൂടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. That's so cute. Thank you so much. Thank you. ഭയങ്കര സന്തോഷം. കാരണം ഒത്തിരി കാര്യങ്ങള് ബെൻല നമ്മളോടൊപ്പം പങ്കുവച്ചു. ഈ മൈതാനത്തെ നിയന്ത്രിക്കാനായിട്ട് ഒരു വിസിൽ മതിയാകും, പക്ഷെ ഈ ചരിത്രം തിരുത്തി കുറിക്കാൻ വലിയൊരു നിശ്ചയദാർഢ്യം തന്നെ വേണമെന്ന് ബെൻല ഡിക്രൂസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിപ്പോ ഈ ബെൻല പറഞ്ഞ പോലെ എറണാകുളത്തെ ഈ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് ഫിഫ എന്ന വേൾഡിന്റെ അത്രയും ദൂരത്തുള്ള ആ പദവി വരെ എത്തിയ ബെൻല നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ വനിതാ ഇന്റർനാഷണൽ റെഫറി എന്ന പദവിയിലേക്കുള്ള അവരുടെ യാത്ര വെറുമൊരു കായിക നേട്ടമല്ല, മറിച്ച് വരാനിരിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് തുറന്നു നൽകിയ ഒരു വലിയ വാതിലാണ്. നമ്മുടെ പരിമിതമായ അതിരുകൾക്കപ്പുറം, ബിയോണ്ട് ബോർഡേഴ്സ്, സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ടാൽ ഏതൊരു മൈതാനവും നമുക്ക് കീഴടക്കാമെന്ന് ഇന്ന് ബെൻല നമുക്ക് കാണിച്ചു തന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ പങ്കുവച്ചതിനും നന്ദി ബെൻല. പ്രിയ പ്രേക്ഷകരെ, ഇതുപോലെയുള്ള കരുത്തറ്റ കഥകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ ദിസ് ഇസ് മീര ശങ്കർ സൈനിങ് ഓഫ്. സ്റ്റേ ബ്ലെസ്ഡ്. നന്ദി.